നമസ്കാരം, ഞാൻ രാഹുൽ വാണിമ്പാറ. ഞാനിപ്പോൾ ഉള്ളത് മണ്ണൂത്തിയിലാണ്. പ്രിയ സുഹൃത്തുക്കളെ, മണ്ണൂത്തിയിൽ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ മണ്ണൂത്തിയിൽ 14-ാം ഡിവിഷൻ, തൃശ്ശൂർ കോർപ്പറേഷനിൽ 14-ാം ഡിവിഷനിൽ മത്സരിക്കുന്നത് മുത്തു എന്ന ചേട്ടനാണ്. നമുക്കൊപ്പമുണ്ട്. നേതാവാണ് കോൺഗ്രസ് പാർട്ടിയുടെ. കാരണം മുത്തു എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ആദ്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ശരിക്കും പേരാണോ അതാ ആളുകൾ വിളിക്കുന്നതാണോ. നമസ്കാരം. എന്തായാലും ഒരു ഇലക്ഷൻ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ മുത്തുച്ചേട്ടൻ്റെയാണ്. അതിൻ്റെ ഒരു ഭാഗ്യം ചേട്ടനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ എല്ലാ അണികളുടെയും അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും എല്ലാവരെയും വീഡിയോ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് മുത്തുച്ചേട്ടൻ്റെ അടുത്താണ് എത്തിക്കുന്നത്. മുത്തുച്ചേട്ടനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മുടെ ചാനലിലൂടെ പോയിട്ടുണ്ട്. എന്താണ് മുത്തുച്ചേട്ടാ ശരിക്കും ഒഫീഷ്യൽ പേര് തന്നെയാണോ മുത്തു? എൻ്റെ പേര് MU മുത്തു. മുത്തു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പേര് MU മുത്തു എന്നാണ്. അങ്ങനെയാണ് വീട്ടുകാർ അന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, അതായത് നമ്മൾ മണ്ണൂത്തി എന്നുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം വികസനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മണ്ണൂത്തി ടൗൺ, അതായത് തൃശ്ശൂർ ടൗണിൻ്റെ ജനവാസ മേഖല അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ, അങ്ങനെ ഒരു ബിസിനസ് സോണായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണൂത്തി. അപ്പോൾ ഇങ്ങനെ സ്ഥാനത്തിലേക്ക് നിൽക്കുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാഹുൽ പറഞ്ഞല്ലോ, എൻ്റെ നിരവധി വാർത്തകൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനർത്ഥം ഞാൻ നിരവധി പ്രവൃത്തികൾ ചെയ്തു എന്നാണ്. അത് രാഹുൽ എന്നെ സംഭവിച്ചല്ലോ. കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് ഞാൻ ഈ സജീവമായിട്ട് ഈ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മണ്ണുത്തിയുടെ മനസ്സ് എനിക്കറിയാം, മണ്ണുത്തിയുടെ പ്രധാന പ്രശ്നങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ആളുകൾ മണ്ണുത്തിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റും കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു സങ്കടം ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ. പൂന്തോട്ട നഗരി മണ്ണുത്തി നഴ്സറി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, മേയറായിട്ട് പോലും ആ ഒരു ലെവലിലേക്ക് മണ്ണുത്തിയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമാണ് ഞങ്ങൾക്കൊക്കെ. ഞാനും ഒരു നഴ്സറിക്കാരനാണ്, അതുകൊണ്ടാണ്. പിന്നെ മണ്ണുത്തിയിലെ ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും എൻ്റെ കൂടെ ഉള്ള എൻ്റെ സഹപ്രവർത്തകരൊക്കെ. അപ്പോൾ അതിനായി ഞാൻ പ്രവർത്തിക്കും. അതായത് നമ്മളിങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ മണ്ണുത്തിയിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്തില്ല എന്നുള്ളതല്ല, നമുക്ക് ചെയ്യാനൊരു വീക്ഷണം ഉണ്ടാവുമല്ലോ. എന്താണ് പ്രധാനമായി മണ്ണുത്തിയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് കഠിനമായി പരിശ്രമിക്കുക, ഒരു വിഷൻ? മണ്ണുത്തിയുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മണ്ണുത്തി സെൻറ്ററിലെ ബ്ലോക്കാണ്. ആദ്യം പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണമല്ലോ വികസനം കൊണ്ട്. തീർച്ചയായും. മണ്ണുത്തിയിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം മണ്ണുത്തി പോലീസിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് ഒരു 4 മണി കഴിഞ്ഞാൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ജീപ്പ് പുറത്തേക്ക് പോകണമെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് നേരം ബ്ലോക്ക് മാറ്റിയിട്ട് പുറത്ത് പോകാൻ പറ്റും. 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല, ഞാൻ ഒരിക്കൽ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ചേട്ടൻ കൈകൊണ്ട് കാണിച്ച ഒരു 3/4 മണിക്കൂറോളാണ് അവിടെ നിന്നത്. അതെ. അപ്പൊ അതുപോലെ അത് ശാസ്ത്രീയമല്ലാത്ത സ്ഥലത്ത് ബസ്സുകൾ നിർത്തുന്നത് കൊണ്ടാണ് ആ ബ്ലോക്ക് വരുന്നത്. അപ്പൊ അതിന് മാറ്റണം. ശാസ്ത്രീയമായി നിർമ്മിച്ച ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തുന്നില്ല. അതൊക്കെ വളരെ ജനപ്രതിനിധികളോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ചെയ്താൽ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലും ചെയ്യാതെ ഒരു നിസ്സംഗത, അത് ആരൊക്കെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ സാമട്ടിലിടുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കാത്തത്. അത് ആദ്യം അതിനൊരു പരിഹാരം കണ്ടെത്തും. രണ്ടാമത് മണ്ണുത്തിയുടെ വെള്ളക്കെട്ട്. ഒരു മഴ പെയ്താൽ നമ്മൾ ഈ ടേമിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കാവുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു മുത്തുച്ചേട്ടൻ. അതെ, സാധാരണ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കർക്കിടത്തിൽ ഒരു 3-4 ദിവസമൊക്കെ നിർത്താണ്ട് മഴ പെയ്യുമ്പോഴാണ് മണ്ണുത്തി സെൻറ്റർ വെള്ളത്തിൽ മുങ്ങാറ് പതിവ്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഒരു ദിവസം ഒരു 3 മണിക്കൂർ നേരം മഴ പെയ്താൽ മണ്ണുത്തിയിൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. 6 വരിപ്പാത നിർമ്മിച്ചപ്പോൾ കിഴക്ക് തെക്ക് ഭാഗത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറോട്ട് ഭാഗത്തേക്ക് വെള്ളം ഒഴുകിപ്പോയിരുന്ന 5 കൾവെർട്ടുകളുണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി അവർക്ക് മഴയില്ലാത്ത രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള എഞ്ചിനീയർമാരാണ് ഇവിടെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത്രയധികം വെള്ളം വരുമെന്ന് അവർക്കറിയില്ല. പഴയ വലിയ ചാലുകളെല്ലാം ചെറിയ പൈപ്പുകൾ ഇട്ടിട്ടുള്ള ചെറിയ ചാലുകളാണ് പണിതത്. 5 ചാല് ഒഴിവാക്കി, ഒരു ചാല് അതിൽ ഒഴിവാക്കി 4 കാനകളാണ് പണിതത്. ഒരു കാന ഇന്നും പണിതിട്ടില്ല.
അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായി നിർമ്മിക്കണം. തന്നെയുമല്ല, ആ അപ്പുറത്ത് കിടക്കുന്ന കാനകളുടെ ഉപകാനകൾ ഇന്നും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. മണ്ണുത്തി സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അവിടെ വെള്ളം വന്നിട്ട് അവിടെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോസ് നഗർ മുങ്ങിപ്പോവാണ്. അതുപോലെ തന്നെ സന്തോഷ് നഗറും ആ ഭാഗങ്ങളിലും ഭയങ്കര വെള്ളക്കെട്ടുണ്ടാവുകയാണ്. അപ്പം ശാസ്ത്രീയമായി കാന നിർമ്മിക്കാത്തത് കൊണ്ടാണ് അവിടെ വെള്ളക്കെട്ടുണ്ടാവുന്നത്. ഇതിന് പരിഹാരമുണ്ട്. 5 കാനകളിൽ പണിയാതെ ഇട്ട ഒരു കാന നമ്മൾ നിർമ്മിക്കുക. തന്നെയുമല്ല, ഫാറമ്പടി മുതൽ കല്ലട ബാറ് വരെയുള്ള ഏരിയയിൽ വീതിയിലും നല്ല താഴ്ചയിലും ഒരു കാന PWD പണിത് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു 99% നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഈ ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും ചെയ്യുന്നില്ല. മേയർ സ്ഥിരം കടന്നു പോകുന്നതാണ് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ മുമ്പിലൂടെയുള്ള വെള്ളക്കെട്ടുള്ളത്. പള്ളിയുടെ മുമ്പിൽ കാന വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇപ്പുറത്തേക്ക് കാനയില്ല. ആരും ചെയ്യേണ്ട ആളുകൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ കൃത്യമായ മണ്ണുത്തിയുടെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്നത്? അതെ, കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ ഒരു ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇതിനു മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർ, KSUവിൻ്റെ ക്ലാസ് ലീഡറൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥി അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. KSU വന്നു, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു, കോൺഗ്രസിൽ പ്രവർത്തിച്ചു, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, അങ്ങനെ ആ ലെവലിലൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ചു. പിന്നെ K. സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചു. CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ. അത് തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത് എൻ്റെ മണ്ഡലത്തിലാണ്. എനിക്കത് അഭിമാനത്തോടുകൂടി പറയാം. എൻ്റെ മണ്ഡലത്തിലെ 9 ബൂത്തുകളിൽ 45 CUC ഒരൊറ്റ ദിവസം കൊണ്ട് KPCC പ്രസിഡന്റ് K. സുധാകരൻ ൻ്റെ നേതൃത്വത്തിൽ ആ പറഞ്ഞ CUC ഒരൊറ്റ ദിവസം കൊണ്ട് നടത്തി. VD സതീശനാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അത് എൻ്റെ മണ്ഡലത്തിലാണ് നടത്തിയത്. എന്തായാലും ഒരു വികസന കാഴ്ചപ്പാട് പറഞ്ഞു, അതുപോലെ രാഷ്ട്രീയ പാരമ്പര്യം പറഞ്ഞു. എന്തായാലും ജനങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും, പിന്നിലുമുണ്ടാവും, ചോദ്യങ്ങളുമായിട്ടും അതുപോലെ നിരീക്ഷണങ്ങളുമായിട്ടും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുക. ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. രാഹുലെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്. രാഹുൽ മുമ്പിലും ഉണ്ടാവും പിന്നിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ മുമ്പിലേക്കാൾ നിങ്ങൾ എൻ്റെ പിന്നിൽ നിൽക്കണം. നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവുമ്പോൾ എനിക്കതൊരു പ്രചോദനമാണ്. ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് ശരിയാക്കാണ്. അല്ലാണ്ട് അവരോട് വൈരാഗ്യബുദ്ധിയോട് പെരുമാറുകയല്ല ഞാനൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ പിന്നിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു വീഴ്ച എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഞാൻ ഉണ്ടാവും. എൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി പരിശ്രമങ്ങളുണ്ടാവും. വീഴ്ചകൾ പറ്റിയാൽ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത ജനസേവനം, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യത്തിൽ വലിയൊരു മുൻതൂക്കം നൽകണം. കാരണം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്നെപ്പോലുള്ളവരാണ് ഓരോ വ്യക്തികളും ഒരു മാധ്യമപ്രവർത്തനമാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചങ്കൂറ്റത്തോടു കൂടി മത്സരിക്കാൻ ഇറങ്ങിയ മുത്തുച്ചേട്ടന് എല്ലാവിധ ആശംസകളും നേരെയാണ്. കലാ സാംസ്കാരിക മേഖലയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പീച്ചി മഹിമ മലയോര മഹോത്സവം, അത് ഒരുമ തനിമ പെരുമ എന്നൊക്കെ പറഞ്ഞ് ബീച്ച് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ പീച്ചിയിൽ ഒരു മഹിമ മലയോര മഹോത്സവം എന്ന് പറഞ്ഞ വലിയൊരു ഉത്സവം, പീച്ചിയുടെ യശസ് ഉയർത്തുന്ന വലിയൊരു ഉത്സവം നടത്തി. അതിൻ്റെ കോർഡിനേറ്ററായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജോൺസൺ മാഷ്, മ്യൂസിഷ്യൻ ജോൺസൺ മാഷുടെ ട്രിബ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയൊരു സഹായം കൊടുത്ത ദേവാങ്കണം എന്ന് പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടി യേശുദാസും അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ദേവാങ്കണം എന്ന് പറഞ്ഞ ആ ചടങ്ങിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതിലേറെ എനിക്ക് സന്തോഷം ബോൺ നത്താലെ, തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും കൂടി നടത്തുന്ന ബോൺ നത്താലെ എക്സിബിഷൻ, അതിൻ്റെ കായിക തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും കൂടി നടത്തുന്ന ബോൺ നത്താലെ എക്സിബിഷൻ്റെ കാർഷിക പുഷ്പഫല സസ്യ പ്രദർശനത്തിൻ്റെ കോർഡിനേറ്ററായി ഞാൻ പ്രവർത്തിച്ചു. വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പഠിച്ച വിദ്യാലയം മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി
ഒരു 2 വർഷം നീണ്ടു നിന്ന പരിപാടികൾക്ക് എനിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. വലിയ രീതിയിൽ എനിക്ക് ആ പരിപാടികൾ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഹൃദയം കൊണ്ട് ചെയ്ത ഒരു ജോലിയാണ് സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാർ 2012 കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. അന്ന് ആ സ്നേഹപൂർവ്വം പദ്ധതി നടത്തുന്നതിന് വേണ്ടി പൈസയില്ല. ആ സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയ കുട്ടിക്ക് മാസം തോറും പഠിക്കുന്നതിന് സഹായം കൊടുക്കുന്നൊരു പദ്ധതിയാണ്. അന്ന് ആ പദ്ധതിക്ക് അതിൻ്റെ ആവശ്യക്കാരെ കണ്ടെത്താൻ, അപേക്ഷകരെ കണ്ടെത്താൻ സ്കൂളുകളിൽ കയറിപ്പോയി മീറ്റിങ്ങുകൾ വിളിച്ച് അധ്യാപകർക്ക് അതിനു വേണ്ട ബോധവൽക്കരണം നടത്തി ആ കുട്ടികളെ അപേക്ഷകരെ കണ്ടെത്തി. അതുപോലെ തന്നെ സ്കൂളുകളെ കൊണ്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്ത് അതിൻ്റെ പൈസ കണ്ടെത്തി ആ പൈസ മന്ത്രിയെ ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. വായനശാല മേഖലയിൽ ഹരിശ്രീ വായനശാലയുടെ പ്രസിഡൻ്റായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ മണ്ണുത്തി പൗരാവലി ചെയർമാനായും ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതിന് നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. ഈ ചെറിയവനെ നിങ്ങൾ ഒരു പ്രോത്സാഹനമായി എന്നെ സഹായിച്ച് ഒരു വോട്ട് തന്ന് വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ടത് മണ്ണൂത്തിയിലെ, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ 14-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. മുത്തുച്ചേട്ടൻ്റെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇതുപോലുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർ നാട്ടുകാരുടെ അഭിപ്രായങ്ങളുമായിട്ട് ഇനി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ബന്ധുമിത്രാദികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്താണ് മുത്തുച്ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. ഞാൻ രാഹുൽ വാണിയമ്പാറ, മണ്ണൂത്തി 14-ാം ഡിവിഷനിൽ നിന്നും.